വിഷമിക്കല്ലേ? അമ്മയ്ക്ക് വിഷമം വന്നാ മാമാട്ടിക്ക് സഹിക്കില്ല. മോളെ, നമ്മൾ രണ്ടുപേരുടെയും കാര്യം ഒരുപോലെയാണല്ലോ. ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ എല്ലാവരും ഉപദ്രവിക്കുന്നു, വിഷമിപ്പിക്കുന്നു. ഒരു കുട്ടിയാണെന്നുള്ള ദയ പോലും ഇല്ലാതെ. മാഡം, യൂണിയൻകാര് പ്രതിഷേധ പ്രകടനം നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനാ അവരെ പറഞ്ഞ് പിന്തിരിപ്പിച്ചത്. മാഡം ഒരിക്കലും ഒരു നയാ പൈസ കൈക്കൂലി വാങ്ങില്ലെന്ന് ഇത്രയും ദിവസങ്ങളിലെ അനുഭവം കൊണ്ട് എനിക്കറിയാവുന്നതല്ലേ. പ്രതിഷേധം നടക്കട്ടെ പീറ്റർ. എന്തിനാ മാറ്റിവെക്കുന്നത്? ഈ പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങുന്ന യൂണിയൻ അംഗങ്ങളുണ്ടല്ലോ, അവർക്ക് അവരുടെ മനസാക്ഷിയോട് പറയാൻ കഴിയൂ ഇന്ന് വരെ 10 പൈസ പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന്? കരമടയ്ക്കാൻ വരുന്ന അത്താഴ പട്ടിണിക്കാരോട് 1.5 ലക്ഷം കൈമടക്ക് ചോദിക്കുന്നവര് ഏറ്റവും താഴെ തട്ടിലുള്ള വില്ലേജ് ഓഫീസിൽ വരെയുണ്ട്. അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തവര് പോലും നമ്മുടെ നാട്ടിലുണ്ട്. ആത്മഹത്യക്ക് കാരണക്കാരനായ യൂണിയൻ മെമ്പറെ സംരക്ഷിക്കാൻ അങ്ങ് സംസ്ഥാന ആസ്ഥാനത്ത് വരെ പോകുന്നവരുണ്ട് നിങ്ങളുടെയൊക്കെ യൂണിയനിൽ. സാന്ദ്രയുടെ കൈ പരിശുദ്ധമാ. ഒരു പനിനീര് കൊണ്ടും കഴുകി വിളിപ്പിക്കേണ്ട ആവശ്യമില്ല. പത്രത്തിൽ വാർത്ത വന്നത് ഞാൻ അറിയാത്ത കാര്യത്തിനാ. പീറ്റർ പൊയ്ക്കോളൂ. ശരി മാഡം. ഹലോ, എന്താടോ ഇത്? പത്രങ്ങളായ പത്രങ്ങൾ മുഴുവൻ തന്നെ കുറിച്ച് എഴുതി പൊതിപ്പിച്ചിരിക്കുകയാണല്ലോ. സർ, അത് ഡിസ്ട്രിക്ട് കളക്ടർ എന്ന നിലയിൽ എന്റെ നേരെയും ആളുകളുടെ സംശയ കണ്ണുകൾ പതിയും. എന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥയെക്കുറിച്ച് ഇത്തരം ഒരു അപവാദം വന്നത് ലജ്ജാകരമായി പോയി. മന്ത്രിമാര് വരെ വിളിച്ച് അന്വേഷിച്ചു. എന്തായാലും തനിക്കെതിരെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉണ്ടാവുന്നുള്ള ഉറപ്പാ. എന്റെ പാർവതി, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? സാന്ദ്രയെ പഠിപ്പിക്കാനുള്ള എല്ലാ പണവും മുടക്കിയത് മേനോൻ സാറാണെന്ന് സാന്ദ്രയുടെ മുഖത്തടിച്ചതുപോലെയാ വസുന്ധരയെടുത്ത് വിളിച്ചു പറഞ്ഞത്. അത് പറയുമ്പോ അവരുടെ ഭാവം ഒന്ന് കാണേണ്ടതായിരുന്നു. നിന്ന് ചീറുകയായിരുന്നു സാന്ദ്രയ്ക്ക് മുന്നിൽ. ആദ്യമായിട്ടാ അവളോട് ഇത്ര കയർത്ത് സംസാരിക്കുന്ന ഞാൻ കാണുന്നു. ഈ മനുഷ്യൻ ഇത്രയൊക്കെ ചെയ്യാൻ എന്തായിരിക്കും കാരണം? എനിക്കറിയില്ല. ഒരു മാനേജറുടെ കുടുംബത്തിന് ഇത്രയധികം കൈയയച്ച് സ്വത്തുക്കൾ കൊടുക്കണമെങ്കിൽ അതിന് പിന്നിൽ അതിശക്തമായ ഒരു രഹസ്യം ഉണ്ടാവില്ലേ? ആ വസുന്ധര ആളെങ്ങനെ? ആണുങ്ങളെ വളച്ചെടുക്കാൻ സമർത്ഥയാണോ? എനിക്കെങ്ങനെ അറിയാൻ പറ്റും? എനിക്ക് കൂറ് നിങ്ങളോടാ. അതുകൊണ്ടാ ഓരോ കാര്യങ്ങളും കേൾക്കുന്ന മാത്രയിൽ ഇവിടെ കൊണ്ടു തരുന്നത്. പാർവതി പേടിക്കണ്ട, അതിനുപകാരം ഉണ്ടാവും. ഓ, എനിക്കറിയണം എല്ലാ രഹസ്യങ്ങളും. ഞാനും മോളും അറിയാതെ ആ മനുഷ്യൻ അവർക്ക് സ്വത്തുക്കൾ കൊടുക്കാനും അവളെ പഠിപ്പിക്കാൻ സഹായം ചെയ്തതും എന്തിന്റെ പേരിലാണെന്ന് അറിയും ഞാൻ. എന്നെയും മോളെയും വഞ്ചിക്കായിരുന്നെങ്കിൽ വച്ചേക്കില്ല ഞാൻ. എങ്കിൽ പിന്നെ ഞാനങ്ങോട്ട്. ഇതങ്ങനെ വിട്ടാ പറ്റില്ല മോളെ. എല്ലാം നശിപ്പിച്ചപ്പോ അങ്ങേക്ക് തൃപ്തിയായല്ലോ. ഒരിക്കലും എന്നോട് ദേഷ്യപ്പെടാതിരുന്ന എന്റെ മോള് എന്റെ മുഖത്ത് നോക്കി പലതും ചോദിച്ചു. അത് അവളുടെ ചോദ്യത്തില് ഞാൻ അങ്ങയുടെ വെപ്പാട്ടിയാണെന്ന് വരെ അർത്ഥം ഉണ്ടായിരുന്നു. എന്നവള് പറഞ്ഞോ? എന്തിനാ പറയുന്നത്? അവളുടെ മുഖത്തുനിന്നും വായിച്ചെടുക്കാലോ.
ഒരു ബന്ധവുമില്ലാത്ത സുരേഷ് മേനോൻ കോടികൾ വിലമതിക്കുന്ന വസ്തുവകകൾ സാന്ദ്ര മേനോന്റെ പേരിൽ എന്തിന് രജിസ്റ്റർ ചെയ്തു എന്ന് ഒരേ ചോദ്യം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന മോതിരം സമ്മാനിക്കാൻ ആരയാളെന്ന് പറഞ്ഞ അലർച്ചയായിരുന്നു. ആ ചോദ്യത്തിന് മുന്നിൽ ഞാൻ പതറിപ്പോയി. ഓഫീസിൽ കയറി വന്ന് ആ മോതിരം എന്റെ നേരെ വലിച്ചെറിഞ്ഞ് അവള് പറഞ്ഞ വാക്കുകൾ, അത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറം. എന്നിട്ടും ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. വസുന്ധരയോടെന്ന പോലെ അവൾ എന്നോടും ചോദിച്ചു അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ. ഞാൻ അന്ന് അങ്ങയോട് പറഞ്ഞതല്ലേ വേണ്ട വേണ്ടാന്ന്. അങ്ങ് പക്ഷെ എന്റെ വാക്കുകൾ ചെവി കൊണ്ടില്ല. വസുന്ധരെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയല്ല ചെയ്തത്. ഒരച്ഛന്റെ ആഗ്രഹം, വിവാഹ സമയത്ത് അവൾക്കൊരു സമ്മാനം, സമ്പാദ്യത്തിൽ ഒരു പങ്ക് മകൾക്ക്. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പോയത് തെറ്റാണോ? അങ്ങക്ക് തെറ്റല്ലായിരിക്കാം. പത്രം അങ്ങും വായിക്കുന്നുണ്ടല്ലോ. നല്ല ഉദ്യോഗസ്ഥ എന്ന പേര് കിട്ടിത്തുടങ്ങിയതായിരുന്നു. ഒരു ദിവസം കൊണ്ട് എല്ലാം പോയി. കോടികൾ സുരേഷ് മേനോനിൽ നിന്നും കൈക്കൂലി വാങ്ങിയവൾ എന്ന കണ്ണില ഓഫീസിലും പുറത്തും ആളുകൾ അവളെ കാണുന്നത്. എന്റെ മകൾ ചെയ്യാത്ത കുറ്റത്തിനെ ഇപ്പൊ തീ തിന്നോണ്ടിരിക്കുന്നത്. അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയുന്നില്ല എനിക്ക്. അത്രയ്ക്ക് തകർന്ന് തരിപ്പണമായി. ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ അവൾ അനുഭവിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. എന്റെ വീട്ടിലും അവസ്ഥ മോശമാണ്. എന്തിനാണ് സാന്ദ്രയ്ക്ക് സമ്മാനങ്ങളും വസ്തുവകകളും നൽകിയതെന്ന ഒരേ ചോദ്യം തന്നെ. ഒരിടത്തും സ്വസ്ഥത കിട്ടുന്നില്ല. മരിച്ചു പോയിരുന്നെങ്കിലെന്ന് വരെ ആഗ്രഹിച്ചു പോവുക. എന്തിനാ ഇങ്ങനൊരു ജീവിതം? ആരും എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഭാര്യയും മകളും പട നയിച്ച ഒരു ഭാഗത്ത്, സ്വന്തം മകൾ മുഖത്ത് കാർക്കിച്ചു തുപ്പുമെന്ന മട്ടിൽ മറുവശത്ത്. അതിനിടയിൽ സമൂഹത്തിന്റെ 100 ചോദ്യങ്ങൾ. സുരേഷ് മേനോന് മാനേജറുടെ ഭാര്യയുമായി എന്താ ബന്ധമെന്ന്. നമ്മുടെ കാര്യം നമുക്കല്ലേ അറിയൂ. വസുന്ധര മുമ്പ് പറഞ്ഞതുപോലെ സാന്ദ്ര കരുതുന്നത് അവളുടെ അമ്മയ്ക്ക് സുരേഷ് മേനോനുമായി എന്തോ ബന്ധമുണ്ടെന്ന നിലയിലാണ്. അതവൾ നേരിൽ കണ്ടപ്പോഴെല്ലാം പറയാതെ പറയുന്നത് പോലെ തോന്നി. ആ കണ്ണിലെ വെറുപ്പ് മുഴുവൻ അതിൽ നിന്നുണ്ടായതാ, ആ തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായതാ. ദയവായി ഇനി അങ്ങ് അവളെ കാണുകയോ നടന്ന കാര്യങ്ങൾ പറയാനോ ശ്രമിക്കരുത്. ഈയിടെയായി അവളുടെ കാര്യങ്ങൾക്ക് അങ്ങ് കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്. അതാണ് ഈ അപകടം എല്ലാം ഉണ്ടാക്കിയത്. ശരിയാ. അവൾ അറിയാതെ അവളെ ഞാൻ പിന്തുടർന്നു. അതൊരു പിതാവിനുണ്ടാവുന്ന മകളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാ. കാണേണ്ടെന്ന് കരുതും, പക്ഷേ ഉള്ളു പിടയും. അപ്പോഴാണ് ദൂരെ നിന്നെങ്കിലും ഒരു നോക്ക് കാണാൻ ശ്രമിക്കുന്നത്. വസുന്ധര വയ്ക്കോ, ഞാനായിട്ട് വരുത്തിവെച്ച പ്രശ്നം ഞാനായിട്ട് തന്നെ പരിഹരിച്ചോളാം. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. സംസ്ഥാന മന്ത്രിസഭയിലെ ഘടകകക്ഷികളായ ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടിയ 5 മന്ത്രിസ്ഥാനങ്ങളിൽ ഏറ്റവും പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വകുപ്പാ ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഇന്നേ വരെ റവന്യൂ വകുപ്പിലുള്ള ഒരു ഉദ്യോഗസ്ഥരും ഒരു പേരുദോഷം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ താൻ കാരണം പ്രതിപക്ഷം നിയമസഭയിൽ എന്റെ വകുപ്പിനെ അമ്മാനമാടുകയാണ്. സർ, സാന്ദ്ര ആരോ മനഃപൂർവ്വം കുടിക്കിയത്. സാന്ദ്ര നല്ല എഫിഷ്യന്റ് ആയ ഒരു ഉദ്യോഗസ്ഥയാണ്. ഓഹോ, സബ് കളക്ടർക്ക് കളക്ടറുടെ വക ക്ലീൻ ചിറ്റ്. ഈ പത്രങ്ങൾ മുഴുവൻ എഴുതി പിടിപ്പിച്ച കാര്യം
തെറ്റാണെന്നാണോ താൻ പറയുന്നത്? അതെ സർ, ഞാൻ ഒരു അഴിമതി നടത്തിയിട്ടില്ല, ഇനിയൊട്ട് നടത്തുകയില്ല. വേണമെങ്കിൽ സർക്കാരിന് ഉചിതമായ മാർഗം ഉപയോഗിച്ച് അന്വേഷണം നടത്താവുന്നതാണ്. ഏതൊരു അന്വേഷണത്തിനും ഞാൻ സഹകരിക്കാം സർ. അന്വേഷണം ഇനി അതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. എടോ, അഴിമതി കേസിൽ പിടിക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥരും തങ്ങൾ അഴിമതി ചെയ്തു എന്ന് ഒരിക്കലും സമ്മതിക്കാറില്ല. എടോ, എന്തു തന്നെ ആയാലും റവന്യൂ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും കൂടി ഒരു തീരുമാനം എടുക്കും. അത് തനിക്ക് ഫേവറായിട്ടുള്ളതാകും എന്നൊന്നും ചിന്തിക്കണ്ട. അങ്കിളാണ് മന്ത്രി. മന്ത്രി അങ്കിളുടെ പേരെന്താ? മന്ത്രി അങ്കിളുടെ അമ്മ പേരിട്ടിട്ടില്ലേ? മന്ത്രി അങ്കിളിന് വേണമെങ്കിൽ മാമാട്ടിയുടെ പേരിട്ടേരാം. ആ, പിടികിട്ടി, നല്ല പേര്, മാമാട്ടിക്കുട്ടൻ. എന്താ മോർണിംഗ് വന്നേ. മോള് മിടുക്കിയാണല്ലോ. അമ്മയുടെ മോളല്ലേ, മിടിക്കാവാതിരിക്കോ? ഞാൻ വിചാരിച്ചിരുന്നതേ കളക്ടർ ആവണമെന്നാ. പക്ഷെ ഇനി അത് വേണ്ട, മന്ത്രി അങ്കിളിനെ പോലെ മന്ത്രിയായ മതി. അപ്പൊ പിന്നെ ഇപ്പൊ എന്റെ അമ്മ മന്ത്രി അങ്കിളെ പേടിപ്പിച്ച പോലെ എനിക്കും എല്ലാ കളക്ടർമാരെയും പേടിപ്പിക്കാലോ. പ്ലീസ് മന്ത്രി അങ്കിൾ, എന്റെ അമ്മയൊന്നും പറയല്ലേ. ഓക്കെ മോളെ, ഇനി ഒന്നും പറയില്ല. കുറച്ച് ചാനലുകാർ പുറത്തു വന്ന് നിൽപ്പുണ്ട്. മാഡത്തിന്റെ വിശദീകരണം വേണമെന്ന്, ഇന്ന് വന്ന വാർത്തയെക്കുറിച്ച്. എനിക്കൊന്നും വിശദീകരിക്കാനില്ല. എനിക്ക് ആരെയും കാണുകയും വേണ്ട, ഒന്നും പറയാനുമില്ല. വിഷമിക്കണ്ട, മാമാട്ടിയുണ്ട് അമ്മയുടെ കൂടെ. എന്താ മോളെ ഈ ലോകം ഇങ്ങനെ? എന്റെ അമ്മ കരയണ്ട, അമ്മ പാവല്ലേ. ആരുമില്ലെങ്കിലും എന്റെ അമ്മയ്ക്ക് ഈശ്വരനുണ്ട്, പിന്നെ മാമാട്ടിയും. അമ്മ കരയല്ലേ, മാമാട്ടിക്ക് സങ്കടം വരിക. അനുവാദം ചോദിച്ചിട്ടാ നിങ്ങൾ ഇവിടെ കയറി വന്നത്? ഞാൻ ചത്തോ അതോ ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് അറിയാൻ വന്നതാണോ? എന്നാ കേട്ടോ, സാന്ദ്ര മേനോൻ ഇപ്പൊ ചത്തതിനേക്കാളും കഷ്ടത്തില. അതിന് ഉത്തരവാദി നിങ്ങളും. എന്തിനാടോ എന്നെ പോലൊരു പാവം പെണ്ണിനെ നിങ്ങൾ ഇങ്ങനെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നത്? നിങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റേ മെമ്മോ തന്നതിന്റെ പ്രതികാരം അല്ലേ? അതിനായി എന്റെ പേരിൽ വസ്തുവകകൾ എഴുതി വെച്ചു, മോതിരവും കൊടുത്തു വിട്ടു. നിങ്ങൾ എന്നെ കെണിയിൽ പെടുത്തി. നിങ്ങൾ തന്നെ ആ വിവരം പത്രക്കാർക്ക് ചോർത്തി കൊടുത്തു. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോ, ഇന്നേ വരെ ഒരു 5 പൈസ പോലും കൈക്കൂലിയായിട്ടോ പാരിതോഷികമായിട്ടോ വാങ്ങാത്ത കൈകളാ എന്റേത്.
ഇല്ലായ്മയിൽ നിന്ന് ഞാൻ നേടിയെടുത്തതാ എന്റെ ഈ കരിയർ. അതൊന്നും പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ മകൾ ഒരുത്തി വീട്ടിലുണ്ടല്ലോ, വെള്ളിക്കരണ്ടിയിലുണ്ട്, സ്വർണ്ണ പല്ലക്കിൽ കയറി ജീവിക്കുന്നവള്. അവളെ പോലെ ജീവിച്ചവളല്ല ഞാൻ. കഷ്ടപ്പെട്ട് തന്നെയാ പഠിച്ചത്, കഷ്ടപ്പെട്ട ഈ പദവിയിലെത്തിയതും. നിങ്ങളുടെ മകളെ കെട്ടാനിരുന്ന ആള് എന്നെ വിവാഹം ചെയ്തതിന്റെ പക പോക്കാൻ നിങ്ങൾ ചെയ്ത പ്രവൃത്തി മൂലം ഒരു പാവം പെണ്ണിന്റെ മാനവും സ്വപ്നവും തകർന്നു വീണത്. നിങ്ങൾക്കൊരു മകളുണ്ട്, മുകളിൽ ദൈവം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോ? മോളോ? ആരാണോ തന്റെ മോള്? ഗെറ്റ് ഔട്ട്, ഐ സേ ഗെറ്റ് ഔട്ട്. പീറ്റർ, എഴുന്നേക്ക്, എഴുന്നേക്കാൻ. എന്താ മാഡം? ഇയാളെ പിടിച്ച് പുറത്താക്കാൻ. സർ, പറഞ്ഞത് കേട്ടില്ലേ? ഈ മനുഷ്യനെ പിടിച്ച് പുറത്താക്കാൻ. അമ്മയോ? അമ്മ ഇരിക്കും. ദേ, ഇതുമായിട്ട് ഡോക്ടർ സാജുവിനൊന്ന് കാണിക്കേ. ഒരു ചെക്കപ്പിന്റെ ആവശ്യമുണ്ട്. എന്നിട്ട് റിസൾട്ടും കൊണ്ട് വന്നാൽ മതി. ആ ശരി. എന്തുപറ്റി അമ്മേ? പത്രവാർത്ത മോൻ കണ്ടു കാണുമല്ലോ. എല്ലാരും കരുതുന്ന പോലെ മോൻ സാന്ദ്രയെ സംശയിക്കരുത്. പിന്നെ എന്നെയും SM-നെയും ചേർത്തുള്ള കഥകൾ. സാന്ദ്രയെ ഞാൻ സംശയിക്കില്ല. കൈക്കൂലിയോ പാരിതോഷികങ്ങളോ വാങ്ങിക്കുന്ന ആളല്ല സാന്ദ്രയെന്ന് എനിക്കറിയാം. പക്ഷേ അമ്മ രണ്ടാമത് പറഞ്ഞ വിഷയം, അതിൽ അങ്കിളിന് ഈ കുടുംബത്തോടുള്ള താല്പര്യം ബാലനങ്ങൾ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. മോനെ, അമ്മയെ ഞാൻ തെറ്റിദ്ധരിക്കുന്നുമില്ല. പക്ഷേ ന്യായമായി സംശയിക്കാവുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, SM അങ്കിൾ സാന്ദ്രയുടെ പേരിൽ എന്തിന് ഇത്രയും വലിയ തുക മുടക്കി. 2, മാമാട്ടി എന്ന കുട്ടിയുമായി SM അങ്കിളിനുള്ള ബന്ധം. 3, അമ്മ അങ്കിളിനെ കണ്ടിട്ട് വരുമ്പോ മനോവിഷമത്തോടെയാണ് വീട്ടിൽ വന്ന് കയറുന്നതെന്ന് സാന്ദ്ര എന്നോട് പറഞ്ഞിട്ടുണ്ട്. മോനെ, അത് ബാലേട്ടനുമായിട്ടുള്ള. അമ്മേ, സാന്ദ്ര ഇപ്പോ അമ്മ സ്കൂളിൽ പഠിപ്പിച്ച പെൺകുട്ടിയല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷ പാസ്സായ പെണ്ണ. ഞാനും മെഡിക്കൽ കോളേജിൽ നിന്ന് റാങ്ക് വാങ്ങിച്ച് കാനഡയിൽ പോയി MD എടുത്ത ആളാണ്. എന്തോ ദുരൂഹത ഇതിനിടയിലുണ്ട്. അതറിയാവുന്നത് അമ്മയ്ക്ക് മാത്രം. അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല, ചോദിക്കാൻ ഇരുന്നതുമല്ല. പക്ഷേ
അമ്മ ഇങ്ങോട്ട് പറയുമ്പോ സാന്ദ്ര അമ്മയെക്കാളും എന്നെക്കാളും ലോകത്തെ മറ്റെന്തിനേക്കാളും മാമാട്ടെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിലൊരു രക്തബന്ധം ഞാൻ മണക്കുന്നുണ്ട്. മോനെ, കഥകൾ പറഞ്ഞ് കാട് കയറേണ്ട കാര്യമില്ല. മോൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടേണ്ടത് തന്നെയാ. പക്ഷെ ഉത്തരം തരാൻ ഈ അമ്മ അശക്തയാണ്. സാന്ദ്രയ്ക്കും മോനും മുന്നിൽ എന്തെങ്കിലും രഹസ്യം ഞാൻ മറച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവമായിട്ട് വെളിപ്പെടുത്തട്ടെ. മറ്റൊന്നും എന്നോടിപ്പോ ചോദിക്കരുത്. എന്റെ ചോദ്യങ്ങൾ അമ്മയെ വിഷമിപ്പിച്ചെങ്കിൽ സോറി. അമ്മ പറഞ്ഞതുപോലെ അത് ദൈവം വെളിപ്പെടുത്തട്ടെ. ഒരു കാര്യം ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് തരുന്നു. ഈ പത്രവാർത്ത കണ്ട് ഞാൻ സാന്ദ്രയോ അമ്മയോ തെറ്റിദ്ധരിച്ചിട്ടില്ല. അതിലമ്മ വിഷമിക്കണ്ട. വാ അമ്മേ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട.